ഞങ്ങൾ രണ്ടുപേരും കൂടി എങ്ങടാ പോകണമെന്നല്ലേ കാണാം. ആദ്യം ഞങ്ങളൊരു ചെറിയ പാർട്ടിക്കാണ് പോകണമെന്ന് പറയാം. എവിടേക്കാണ് പോകണമെന്ന് വഴിയെ കാണാം. ഇതൊരു കുഞ്ഞു പൂച്ചനെ വാങ്ങി. ഇല്ല, അത് വേണ്ടാന്ന് വെച്ചു. കാരണം ആ പൂച്ച ഒരു ഭംഗിയില്ല കാണാൻ. പൂച്ചയ്ക്ക് എന്തോ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ പൂച്ച മാറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറേ തപ്പി തരഞ്ഞപ്പോൾ അതേ ഒരു സുന്ദര ചക്കര കിട്ടി കണ്ടോ. അവനെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വിട്ടു. തക്കടു സ്കൂൾ വിട്ട് വന്ന വരവായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശക്കണമുണ്ട്. അപ്പം ഞങ്ങൾ കയറി ഒരു ഷേക്കൊക്കെ കുടിച്ചു. പിന്നെ നേരെ ഇന്ന് കണ്ടോ, ഇവളുടെ 18ാമത്തെ വയസ്സിലെ പിറന്നാളാണ്. ആൾ ഭയങ്കര ഫുൾ ഓണാട്ടോ. 18 വയസ്സായ അഹങ്കാരം. അപ്പോൾ ഈ അഹങ്കാരം തീർക്കാനാണ് ഈ കുഞ്ഞു പാവക്കുട്ടി. പിന്നെ ഇവള് എൻ്റെ അടുത്ത് വന്ന കാലം മുതൽ ഇവളെൻ്റെ കുഞ്ഞു വാവ തന്നെയാണ്. അവൾ എത്ര വളർന്നാലും അവളുടെ കല്യാണം കഴിഞ്ഞാലും എന്താണെങ്കിലും അവൾ എൻ്റെ കുഞ്ഞു വാവ. ഇവൾ മാത്രമല്ല, ഒത്തിരി പേരുണ്ട് ഇതുപോലെ നമ്മുടെ ക്ലാസ്സിൽ. അതിലത്തെ ഒരാളാണ് ഇവൾ. അപ്പോൾ ഇവൾക്ക് ഞാൻ ആദ്യം ഇത് കൊടുത്തപ്പോൾ തന്നെ അങ്ങനെ വിചാരിച്ച് വലിയ 18 വയസ്സിൻ്റെ സമ്മാനമായിരിക്കും. കണ്ടപ്പോൾ മനസ്സിലായി എനിക്കെന്നും അവൾ കുഞ്ഞു കുട്ടിയാണ്. അവൾക്ക് ആകെ ചമ്മലും നാണക്കേടൊക്കെ ആയിട്ടോ. എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സമ്മാനം. ഇച്ചിരി നാണമൊക്കെ വന്നെങ്കിലും ആൾക്ക് ഇഷ്ടപ്പെട്ടു സമ്മാനം. അതിനുശേഷം പിന്നെ ഫുൾ ഡാൻസുകളായിരുന്നു മൂപ്പർക്ക്. ഒരു ലെവലില്ലായിരുന്നു ഇന്നലെ തന്നെ പറയാം. ഭയങ്കര ഫുൾ ഡാൻസ് കളി. ആൾ ഫുൾ 18ൻ്റെ ആഘോഷത്തിമർപ്പിലാണ്. എന്തായാലും ഞങ്ങളെല്ലാവരും സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഒത്തിരി പേരുണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ട്സൊക്കെ തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഫാമിലിയും എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ക്ലോസ് ഫ്രണ്ട് ഉഷയുടെ മകളാണ് ഇവളുടെ അനിയത്തിയും അവളുടെ അച്ഛനുമാണത്. പിന്നെ ആ 2 കുഞ്ഞുങ്ങളും അവളുടെ ബന്ധുക്കളാരുമാണ്. എന്തായാലും എല്ലാവരും കൂടി നല്ല രസമായിട്ട് നല്ല സന്തോഷമായിട്ടുള്ളൊരു പിറന്നാളാഘോഷമായിരുന്നു. എന്തായാലും കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കേക്ക് തിന്നണം. ഒരു വായെങ്കിലും കുഞ്ഞിന് കൊടുക്കാതെ എങ്ങനെ തിന്നാം? അവളുടെ ബർത്ത്ഡേ അല്ലേ. അപ്പം പിന്നെ ഒരു വായ കൊടുത്തു, മുഖത്തൊക്കെ വെച്ച് തേച്ചു. പിന്നെ എൻ്റെ വക തീറ്റയായി. കുറച്ച് തിന്നിട്ടുള്ളൂ കേട്ടോ. കാരണം കുറേ തിന്നാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞ് നല്ല ഫുഡുണ്ട്, അപ്പോൾ അത് കഴിക്കണം. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ തിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പതുക്കെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിക്കായി. അതിന് മുന്നേ ആളെ കേക്കിലൊന്ന് കുളിപ്പിച്ചിട്ടിയത് കാണണ്ടേ നമുക്ക്. നല്ല ചന്തണ്ടായിരുന്നു കാണാം കേട്ടോ. ഫുൾ അവളുടെ കളർ തന്നെ കേക്ക്, അവളുടെ ഡ്രസ്സിൻ്റെ കളർ തന്നെ അതിലങ്ങ് കുളിപ്പിച്ചെടുത്തു. നല്ല ഫുഡ്, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ കറിയും പിന്നെ ചിക്കൻ പൊരിച്ചതും പിന്നെ ബിരിയാണി റൈസും കൂടിയിട്ട് സൂപ്പറായിരുന്നു. കുറേ അത് അടിച്ച് കയറ്റി. പിന്നെ കുറേ ഐസ്ക്രീമും തിന്നു. അങ്ങനെ രാത്രിയായി ഏകദേശം. അപ്പോഴേക്കും ക്ഷീണമായി, തിന്ന് ക്ഷീണമായി എന്ന് പറയാമല്ലോ. അത് കഴിഞ്ഞു പതുക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ച് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോന്നു.